ഞാനൊരു കഥ പറയാം. ആ കഥയിലൂടെ 6 വൊക്കാബുലറി നിങ്ങൾ പഠിക്കാൻ പോവാണ്. Let's get started. Okay, here we go. I have been trying to cut back on eating out. It really adds up over the month. I want to keep some money aside for a trip. If I keep splurging, I'll be broke by the end of the month. കഥ കേട്ടില്ലേ? ഇനി കഥയിൽ പരിചയപ്പെട്ട 6 വൊക്കാബുലറി നമുക്ക് പഠിക്കാം. Alright, so the first one, I have been trying to cut back on eating out. ഇവിടെ ഉപയോഗിച്ച സ്ട്രക്ചർ ശ്രദ്ധിച്ചു നോക്കൂ. ഐ ഹാവ് ബീൻ ട്രൈങ് ടു, ഒരു കാര്യം നിങ്ങൾ കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെയാണ് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ടീച്ചിങ് യു ഫോർ ഏജസ്, ഞാൻ ഒരുപാട് കാലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഐ എം ടീച്ചിങ് യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഐ ഹാവ് ബീൻ ടീച്ചിങ് യു എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗെറ്റ് ബാക്ക്. സോ കട്ടിങ് ബാക്ക് ഓൺ എന്ന് പറഞ്ഞാൽ റിഡ്യൂസ് സ്പെൻഡിങ് നടത്താം. റിഡ്യൂസ് സ്പെൻഡിങ്, ചിലവാക്കുന്നത് കുറയ്ക്കുക പറയില്ലേ. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഒരുപാട് ചിലവാക്കുന്നുണ്ട്. ആ ചിലവാക്കുന്നത് കുറക്കുക എന്ന് പറയുന്നതാണ് കട്ട് ബാക്ക് ഓൺ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ഈറ്റിംഗ് ഔട്ട് എന്നാണ് പറഞ്ഞത്. കട്ട് ബാക്ക് ഓൺ, ഐ ഹാവ് ബീൻ ട്രൈങ് ടു കട്ട് ബാക്ക് ഓൺ ഈറ്റിംഗ് ഔട്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ കാര്യത്തിൽ ചിലവഴിക്കുന്ന എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കട്ട് ബാക്ക് ഓൺ സംതിങ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൊക്കാബുലറി. ഓൾറൈറ്റ്, സോ സെക്കൻഡ്, ഇറ്റ് റിയലി ആഡ്സ് അപ്പ് ഓവർ ദ മന്ത്. എന്താ ആഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ് നടത്തും. അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുക നടത്തും. കുറച്ച് ചിലവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മാസാവസാനം ആകുമ്പോൾ ഒരുപാട് എമൗണ്ട് ആവും എന്ന് പറയില്ലേ, അതാണ് ആഡ്സ് അപ്പ് എന്ന് പറയുന്നത്. സോ അക്യുമുലേറ്റ് എന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ആഡ്സ് അപ്പ് എന്ന് പറയുന്നത്. ഒരു ഫ്രേസാണ് ആഡ്സ് അപ്പ്. ഐ വോണ്ട് ടു കീപ് സം മണി അസൈഡ് ഫോർ എ ട്രിപ്പ്. ഒരു ട്രിപ്പിന് വേണ്ടി കുറച്ച് കാശ് എനിക്ക് സേവ് ചെയ്ത് വെക്കണം, എടുത്തു വെക്കണം. അപ്പോൾ ഈ എടുത്തു വെക്കുക, സേവ് ചെയ്ത് വെക്കുക എന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസാണ് കീപ് സം മണി അസൈഡ്. കീപ് സം മണി അസൈഡ്, അല്ലെങ്കിൽ കീപ് മണി അസൈഡ് എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കുക, ഒരു കുട്ടി വെക്കുക എന്ന് പറയില്ലേ, ഇതിനാണ് കീപ് മണി അസൈഡ് എന്ന് പറയുന്നത്. ഇഫ് ഐ കീപ് സ്പ്ലേജിങ്, എന്താ സ്പ്ലേജ് എന്ന് പറഞ്ഞാൽ സ്പെൻഡ് കെയർലെസ്ലി എന്ന് പറയില്ലേ, ഒരുപാട് ചിലവഴിക്കുക, അതിനാണ് സ്പ്ലേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ നെവർ സ്പ്ലേജ് ഓൺ ക്ലോത്ത്സ്. എന്തില്ല, ക്ലോത്ത്സിൽ ഞാൻ എന്തെങ്കിലും ഒരുപാട് കാശ് ചിലവാക്കാറില്ല. അപ്പോൾ സ്പെൻഡ് എ ലോട്ട് എന്നതിന് ഉപയോഗിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാണ് സ്പ്ലേജ് എന്ന് പറയുന്നത്. സോ ഇഫ് ഐ കീപ് സ്പ്ലേജിങ്, ഞാൻ ചിലവഴിച്ചുകൊണ്ടേയിരുന്നാൽ ഐ വിൽ ബി ബ്രോക്ക് ബൈ ദി എൻഡ് ഓഫ് ദി മന്ത്, ഞാൻ മാസം അവസാനം ആകുമ്പോഴേക്കും ഐ വിൽ ബി ബ്രോക്ക്. ഈ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്ന കരുത്തുണ്ട്. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ഹാവിങ് നോ മണി എന്നർത്ഥം, കാശില്ലാത്ത എന്ന് പറയില്ലേ, അതാണ്. സോ ഐ വിൽ ബി ബ്രോക്ക് ബൈ ദി എൻഡ് ഓഫ് ദി മന്ത്, മാസം അവസാനം ആകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല. ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ ഏത് ലെവലിലുള്ള ആളാവട്ടെ, നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ അസസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനർ വെച്ചുകൊണ്ട് തികച്ചും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ 1-on-1 ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ, ലൈവ് വീഡിയോ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇഫക്റ്റീവാണ്, ഒരുപാട് കാലമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ കോഴ്സ് ബന്ധപ്പെട്ട വിവരങ്ങൾക്കെല്ലാം ഇവിടെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.